കൊണ്ടുവരണമെന്ന് മോശയോട് പറയുകയാണ്. The pattern of church tabernacle. അത് സമാപന കൂടാരത്തിലേക്ക് ഇത് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. இஸ்ரவேல் மக்கள் இந்த எகிப்திலிருந்து கொண்டு வந்த பிறகு தேவனை ஆராதிக்கும்படி ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. மோசே மூலமாக ஒரு ஆசாரிப்பு கூடாரத்தை அமைக்க சொன்னார். മോശയോട് ദൈവം കൽപ്പിച്ച പ്രകാരം ഒരു കൂടാരം കൊടുക്കുക, സമാഗമന കൂടാരം കൊടുക്കുകയാണ്. എത്ര പേർക്ക് தெரியும் ആസാരിപ്പ് കൂടാരത്തെ പറ്റി? സമാഗമന കൂടാരത്തെ പറ്റി എത്ര പേർക്ക് അറിയാം? ആസാരിപ്പ് കൂടാരം, സമാഗമന കൂടാരം, ടാബർനാക്കിൾ ആരും കേട്ടിട്ടില്ല ആ പ്രസംഗം ഒന്നും. ബൈബിൾ വേദത്തിൽ இருக்குது இல்லையா? യാത്രാഗമം, ലേവ്യരാഗമം എല്ലാം. സമാഗമന കൂടാരത്തെ പറ്റി അറിയാവുന്നവർ കൈവെക്കുക. அறிந்து கொள்ளணும். நீங்க வேதத்தை நன்றாக படிக்க வேண்டும். நாம் தெய்வவசனம் நന്നായി പഠിക്കണം. தேவ ஜனங்கள் இஸ்ரவேல் மக்கள் ஆராதிக்கும்படி ஒரு டாபர்னிக்கல், அதாவது ஒரு கூடாரத்தை தேவன் அமைக்க சொல்றார். ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ആരാധിക്കുവാൻ വേണ്ടി യഹോവയായ ദൈവം ഒരു സമാഗമന കൂടാരം അവിടെ കൊടുക്കുകയാണ്. கர்த்தரை ஆராதிக்கும்படி, ദൈവത്തെ ആരാധിക്കുവാൻ. அது எப்படிப்பட்ட ஆசாரிப்பு கூடாரம் சொன்னால் 3 பிரிவு. അതിന് 3 പിരിവുകളുണ്ട്. ഒന്ന് പ്രകാരം, ഒന്ന് പ്രകാരം, പ്രകാരம்னா வெளிப்புறம், പുറസ്ഥലം പ്രകാരം. രണ്ടാമത്തേത് പരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം. മൂന്നാമത് മഹാപരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഉட்கார்ந்திருக்கிறதே ஒரு ஆசரிப்பு கூடாரம். നാം ഇപ്പോൾ ഇരിക്കുന്നത് ഒരു സമാഗമന കൂടാരത്തിനകത്തായിരിക്കുന്നത്. ഇത് ഒരു ചർച്ച്, ഇതൊരു സഭയാണ്. സഭയാർ കൂടിയിരിക്കുന്നു. നാം സഭയായി ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. ദേവൻ இந்த இடத்தில் ഉലാവിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മുടെ നടുവിൽ ഉണ്ട്. അവൻ സഭയുടെ നടുവിൽ ഉലാവുന്നു. അവൻ സഭയുടെ നടുവിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. இந்த சபையிலே ஆண்டவர், கர்த்தாവ്, நீங்கள் எப்படிப்பட்டவர்களாய் இருக்கிறீர்கள், இருக்க வேண்டும் என்று இன்றைக்கு ஆண்டவர் நம்மளோட பேசுகிறார். നാം ദൈവസഭയിൽ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് നാം സംസാരിക്കുക. தேவனை நாம் ஆராதிக்கும் போது சபையிலே வந்த பிறகு தெய்வ பயத்தோடு கூட தேவனை நாம் என்ன பண்ணணும்? നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസഭയിൽ കടന്നു വരുന്നത് ഒരു ദൈവ ഭയത്തോടെ നാം കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ஆசாரிப்பு கூடாரத்தில் 3 பிரிவுகள் இருந்தது. பரிசுத்த ஸ்தலம், பிரகாரம், பரிசுத்த ஸ்தலம், மகா பரிசுத்த ஸ்தலம். സമാഗമന കൂടാരത്തിന് 3 പിരിവുകളുണ്ട്. ഒന്ന് പ്രകാരം, ഒന്ന് വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം. அந்த பிரகாரத்திலே சபை மக்கள் நிற்பார்கள். ആ പ്രകാരത്തിലാണ് സാധാരണക്കാർക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. பரிசுத்த ஸ்தலத்திலே பலிபீடம், சமூகத்து அப்பங்கள், 12 அப்பங்கள் அடுக்கி வைக்கப்பட்டிருக்கும். அது பரிசுத்த ஸ்தலம்.